ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഞാൻ നടക്കുന്നത്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഖത്തറിലാണ്. ഇതിനകത്ത് നമ്മുടെ സിംഗപ്പൂരൊക്കെ ഉള്ള പോലെ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ, ആർട്ടിഫിഷ്യൽ ട്രോപ്പിക്കൽ ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണാം. ഒരു പക്ക ഒരു ഇക്കോ സിസ്റ്റം തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത്രയധികം ഇതെല്ലാം ഒറിജിനലാണ്. കുറേ ആൾക്കാരൊക്കെ ശരിക്കും പാർക്കിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മുമ്പ് ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും 2-3 പ്രാവശ്യമല്ല, അതിലധികം വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ പറ്റിയിരുന്നിട്ട് വേണ്ട ടെൻ്റൊക്കെ പോലത്തെ സെറ്റപ്പൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. എല്ലാവരും ഇവിടെ ഫോട്ടോസ് എടുക്കലും ചില്ലിയിലും കാര്യങ്ങളൊക്കെയാണ്. നിലത്തൊക്കെ ഇടുന്നിട്ട് ബുക്ക് വായിക്കുന്നവരും എല്ലാവരും ഉണ്ട്. ഞാൻ ചെറിയ ടെൻ്റ് അടിച്ച് കുറേ ടൈമൊക്കെ ലേ ഓവറുള്ളവരൊക്കെ അവിടെ എടുക്കുന്നവരും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇത് ഫുള്ള് ചുറ്റി കണ്ട് നടന്നു. കുറേ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു വരുന്നു. ഒരുപാട് ഏരിയ ഉണ്ട് അത്യാവശ്യത്തിന്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മരമൊക്കെ വെച്ചിട്ട് പോലെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും മാക്സിമം എല്ലാവർക്കും പറ്റാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ എല്ലാവരും റിലാക്സ് ചെയ്ത് കിടക്കലും നിലത്തൊക്കെ എടുക്കുക, ഈ എടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ എല്ലാവരും റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിൽ. നല്ല കാമൻ ക്വയറ്റായിട്ടുള്ള എയർപോർട്ടാണെന്ന് നമുക്ക് തിരിച്ചറിയാത്ത രീതിയിൽ മേലേക്ക് നോക്കി ഈ ഗ്ലാസ് സ്ട്രക്ചർ കണ്ടാൽ മാത്രം നമുക്കിത് ഒരു ഇൻഡോർ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ആണെന്നുള്ളത് തോന്നുന്നു. എല്ലാം ചെടികളും ഇതെല്ലാം ഒറിജിനലാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സ്പീക്കറിൻ്റെ ഉള്ളിൽ കിളികളുടെയൊക്കെ ശബ്ദം കുറച്ചുകൂടി നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, കിളികളില്ല അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് നടന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ആൾക്കാർ ഇരിക്കാനും പിടിക്കേണ്ടല്ലോ. അപ്പോൾ അവരുടെ പ്രൈവസിയും കാര്യങ്ങളും നമ്മൾ നോക്കണം. അതുകൊണ്ട് അധികം നമ്മൾ എടുക്കുന്നില്ല. എന്നാലും ദോഹ എയർപോർട്ടിലൊക്കെ വരുന്നവർക്ക് എല്ലാവർക്കും ഈ വഴിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ ലേ ഓവറും പിന്നെ ചില ഗേറ്റ്സൊക്കെ ഈ ഭാഗത്താണ്. ഇപ്പം എൻ്റെ ഗേറ്റ് C53 എന്ന് പറഞ്ഞ ഗേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ആ ഗേറ്റ്. അതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് എൻട്രി കിട്ടി. അല്ലെങ്കിൽ എല്ലാവർക്കും ഈ വഴിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഒരു ഭാഗ്യം കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ അകത്ത് ചെറിയ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് നടക്കാം. ഇതിൻ്റെ ചുറ്റോറം ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഇതുണ്ട്. ലൂയി വിറ്റോണും ഫെൻഡി അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെയും ഉണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം എല്ലാവരും ചില്ല് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കിടക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ താഴെയൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആൾക്കാർ മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ റിലാക്സ് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള C53 ഗേറ്റ്. അപ്പോൾ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ബോർഡിങ്ങിനുള്ള സമയമായി വരുന്നുള്ളൂ. അതാ ബോർഡിങ്ങിൻ്റെ ടൈമായി. നമ്മൾ റൺവേയിലേക്ക് നമ്മുടെ ബസ്സിൻ്റെ ഒപ്പം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ നമ്മുടെ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റുകൾ പല പല സ്ഥലത്തേക്കായിട്ട് പോകാൻ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ നേരെ കാണാനാണ് നമ്മുടെ ദോഹ കോർണിഷ്. അപ്പോൾ നമുക്ക് ഇതിൽ ട്രാവൽ കിറ്റ്, പുറപ്പ്, പിന്നെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ തിരിച്ചു. വലിയ ഫ്ലൈറ്റാണ്. 3 റോയുണ്ട്.
ആവശ്യത്തിന് ഫുഡ് കൂടെ വയ്ക്കാം. എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ്. ഒറ്റ ടിക്കറ്റ് എടുത്തപ്പോൾ 3 ആൾക്കാർക്കുള്ള സീറ്റും ഇത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ബെഡായിട്ട് ഉപയോഗിക്കാനുള്ള പരിപാടിയാണ്. ഇതിനൊപ്പം നമുക്ക് റൈസ് ക്രാക്കേഴ്സ് മറ്റൊന്ന് സാധനം നമ്മുടെ PVR സിനിമാസിൽ കൊടുക്കില്ലേ 4700 PC അതിൻ്റെ ക്രാക്കേഴ്സാണ്. നല്ല സീസൺ റൈസ് ക്രാക്കേഴ്സ് ആദ്യം കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ 2-3 കഴിച്ചപ്പോൾ കൊള്ളാം. നല്ല ക്രിസ്പിയാണ്. ഒരു സുഖിയുണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ഒരു ബ്രെഡ്, ചിക്കനുണ്ട്, പിന്നെ ബീഫ് സ്റ്റേക്ക്, പൊട്ടാറ്റോ ആൻഡ് വെജിറ്റബിൾ, പിന്നെ നമുക്കൊരു സാലഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഡെസേർട്ട്, പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്.